ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കുക്കു ടി വിയെ കുറിച്ചിട്ടാണ്. കുക്കു ടി വിയെ കുറിച്ച് നമ്മൾ നിലവിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കുക്കു ടി വിയിൽ ഓട്ടോ പേ ഓഫ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കുക്കു ടി വിയിൽ നിന്നും എങ്ങനെ നമുക്ക് റീഫണ്ട് എടുക്കാമെന്നൊക്കെയാണ് വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്നാലും ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റിൽ ചില മാറ്റങ്ങൾ വരാറുണ്ട്. അതായത് റീഫണ്ട് ചെയ്യേണ്ട ഓപ്ഷൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെ വരാറുണ്ട്. ഇപ്പോൾ പുതിയ അപ്ഡേഷൻ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഓട്ടോ പേ നമുക്ക് ഓഫ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് റീഫണ്ട് എടുക്കാമെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഓട്ടോ പേ ക്യാൻസൽ ചെയ്യുന്നത് നോക്കാം. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പേയ്മെൻറ്റ് ആപ്ലിക്കേഷനകത്ത് വന്നുകൊണ്ട് ഓട്ടോ പേ ക്യാൻസൽ ചെയ്താൽ മതിയാവും. കുക്കു FM-നകത്തുള്ള ഓട്ടോ പേ നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ട. പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഏതാണോ ഉപയോഗിക്കുന്നത് അതിനകത്ത് ഓട്ടോ പേ നിങ്ങൾ ക്യാൻസൽ ചെയ്യുക. ഇവിടെ ഞാൻ ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം 3 ആപ്ലിക്കേഷൻസും ഇവിടെ നോക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഫോൺ പേ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മാനേജ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് നമുക്ക് വ്യൂ ഓൾ എന്ന് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കുക്കു FM-ൻ്റെ ഓട്ടോ പേ ഓൺ ആയെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് ഡിലീറ്റ് ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും റീസൺ ചോദിക്കും. ഇവിടെ നമ്മൾ ഏതെങ്കിലും റീസൺ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഡിലീറ്റ് ഓട്ടോ പേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ UPI പിൻ ചോദിക്കും. അത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഡൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഓട്ടോ പേ ക്യാൻസൽ ആയതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾ ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മൾ പ്രൊഫൈൽ ഫോട്ടോയിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൈവ് ആയിട്ട് ഏതെങ്കിലും ഓട്ടോ പേ ഓൺ ആണ് എങ്കിൽ നമുക്ക് ഇവിടെ കുക്കു FM-ൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ UPI പിൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളൊരു പേടിഎം യൂസർ ആണെങ്കിൽ പേടിഎമ്മിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓട്ടോ പേ ഏതെല്ലാം ആപ്ലിക്കേഷൻ ഓൺ ആണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മുന്നേ ഇവിടെ സോണി TVയുടെ ഓൺ ആയിരുന്നു, അത് ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കു TVയുടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ UPI പിൻ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓട്ടോ പേ നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് റീഫണ്ട് എടുക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ക്യാഷ് തിരിച്ച് കിട്ടിയിട്ട് പോലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. 100% വർക്കിംഗ് ആയിട്ടുള്ള മെത്തേഡുകളാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കാണുക. കുക്കു TVയിലും കുക്കു FM-ലും ഒരേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കു FM-ൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് മൈ സ്പേസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് എന്ന് തന്നെ ആയിരിക്കും ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ നിങ്ങൾ ഇതിൻ്റെ ഓട്ടോ പേ നിങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആക്റ്റീവ് എന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് കണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് ആക്റ്റീവ് എന്ന് ചുമ്മാ കാണിക്കുന്നത് തന്നെ ഉള്ളൂ. നിങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നോ എന്ന്, അതായത് ഓട്ടോ പേ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നോ എന്ന് നിങ്ങളുടെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓഫാണ് എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഇങ്ങനെ കാണിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ക്യാൻസൽ ആയിരിക്കും. ക്യാൻസൽ ചെയ്തിട്ടും ആക്റ്റീവ് എന്ന് കാണുന്നു എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകം ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നിട്ട് നിങ്ങളുടെ മൈ സ്പേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഒരു ഹെഡ്ഫോണിൻ്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമ്മളെ സപ്പോർട്ട് ടീമിൻ്റെ പുതിയ ഐക്കൺ എന്ന് പറയുന്നത്. ഇതിലാണ് നമ്മൾ ടച്ച് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് പുതുതായി ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു വട്ടം ചാറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാറ്റ് ലിസ്റ്റ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണുന്ന ചാറ്റ് വിത്ത് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ താഴെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അവരുമായി ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺ ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, താഴെ ആയിക്കൊണ്ട് നമ്മൾ റീഫണ്ട് എന്ന് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റീഫണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് ചില ഫണ്ടുകൾ പെട്ടെന്ന് തന്നെ, അതായത് 10 മിനിറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ 20 മിനിറ്റിനകത്തോ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ചിലത് നമുക്ക് ഇതുപോലെ 5 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിനകം നമുക്ക് റീഫണ്ട് കയറും എന്നുള്ള മെസ്സേജ് നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ ട്രൈ ചെയ്ത സമയത്ത് 1 മിനിറ്റിനകത്ത് തന്നെ എനിക്ക് റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് 1-2 ദിവസമൊക്കെ ആയിട്ടുള്ളൂ എങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്യാഷ് തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പരാതികളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ എങ്ങനെയാണ് ഓട്ടോ പേ ക്യാൻസൽ ചെയ്യുന്നത് എന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.